ഇന്ത്യ പാക് സംഘർഷം നടക്കുന്ന സമയത്ത് ആ ഇടയിലായിരുന്നു അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് പണം അനുവദിച്ചത്. ഇപ്പോഴത്തെ കർശന ഉപാധികളുമായി IMF രംഗത്തെത്തുകയാണ്. IMF നൽകിയ ഫണ്ടിൽ വലിയൊരു ശതമാനം വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കാൻ ഉപാധി വെച്ചിരിക്കുകയാണ്. നിതിൻ തോമസ് വിവരങ്ങൾ നൽകും. നിതിൻ, 14 കോടി രൂപ ലഷ്കർ ഇ തോയ്ബയുടെ ജെയ്ഷെ മുഹമ്മദിന്റെ തലവിന്റെ കുടുംബത്തിന് നൽകാനാണ് ഷഹബാസ് ഷെരീഫ് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന പൈസയൊക്കെ ഏതൊക്കെ വഴിക്കാണ് പോകുന്നതെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ ഒരു ഉപാധി. തീർച്ചയായിട്ടും ദിവീഷ്, കാരണം ഈ പാകിസ്ഥാനിന് സംഘർഷം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ലഭിക്കുന്ന പൈസ ഉൾപ്പെടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും പോകുന്നത് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പുതിയ 11 ഉപാധികളും കൂടെ അന്താരാഷ്ട്ര നാണയനിധി മുന്നോട്ട് വെക്കുന്നത്. 11 ഉപാധികൾ കൂടെ മുന്നോട്ട് വെക്കുമ്പോൾ മൊത്തം പാകിസ്ഥാന് മേലിപ്പോൾ 50 ഉപാധികളാണ് ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര നാണയനിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിലിപ്പോൾ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഉപാധികളിൽ 17.6 ട്രില്യൺ രൂപയുടെ പുതിയ ബഡ്ജറ്റിന് എത്രയും വേഗം പാകിസ്ഥാൻ പാർലമെന്റ് അംഗീകാരം നൽകണം. ഈ പൈസ, അതായത് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും മറ്റും ലഭിക്കുന്ന പൈസ എവിടേക്ക് പോകുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിയത്.